ഹായ്, പുതിയൊരു വീട്ടിൽ സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് കട്ടപ്പ. കട്ടപ്പയല്ല, കണ്ണാപ്പയല്ല, കണ്ണപ്പ. ഇന്നലെ തെലുങ്കിലെ ഒരു ബ്രഹ്മാണ്ഡ സിനിമയുടെ ടീസർ ഇന്നലെ വന്ന് ഇന്ന് ഞാൻ കണ്ടത്. നിങ്ങളും കണ്ടു കാണും. ടീസറിൻ്റെ ഒരു റിയാക്ഷനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത്. റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വീഡിയോ നോക്കിയുള്ള റിയാക്ഷൻ അല്ല, കോപ്പിറൈറ്റ് എന്തിനാണ് വെറുതെ അടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കണ്ടിട്ട് എനിക്ക് തോന്നിയ ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. പാൻ ഇന്ത്യ ആയിട്ട് ഇറക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ സിനിമയാണ്. കൂടുതലും നമുക്ക് കാണുമ്പോൾ അറിയാം ഇതൊരു ഹിന്ദു മിതോളജിയെ ബേസ് ചെയ്ത് ഇറക്കുന്ന ഒരു സിനിമയാണ്. എനിക്ക് കണ്ടിട്ട് എനിക്ക് വലിയ രീതിയിൽ എനിക്ക് കഥ മനസ്സിലായില്ല. എങ്കിലും കുറച്ച് ഹിന്ദു മിതോളജി എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. കാളഹസ്ത്യ ക്ഷേത്രം ഉണ്ടല്ലോ ആന്ധ്രയിൽ, ആ ഒരു അമ്പലത്തിനെ ബേസ് ചെയ്ത് എന്ന് വെച്ചാൽ ഒരു ഐതിഹ്യം ബേസ് ചെയ്താണ് ഈ പടം ഒരുക്കിയേക്കുന്നുള്ളത്. ഇത് കൂടുതൽ എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻ ഓഡിയൻസിനെ ഫോക്കസ് ചെയ്ത് ഇറക്കുന്ന ഒന്നാന്ന് തോന്നുന്നു. അത് ഇതിനകത്തെല്ലാം അറിയാനുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഡയറക്ടർ മുകേഷ് കുമാർ സിംഗ് ഡയറക്ടർ, ഇതിനകത്ത് വിഷ്ണു മഞ്ജു ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് പുള്ളി തന്നെയാണ് ഇതിനകത്ത് മെയിൻ റോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പല ഇൻഡസ്ട്രിയിൽ നിന്നും, അതായത് മലയാളത്തിൽ നിന്നും ഒക്കെ കുറേ പേരെ ഇതിനകത്ത് ഞാൻ വഴിയെ പറയാം. മലയാളത്തിൽ നിന്നും കുറേ പേരെ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സിനിമ ബേസ് ചെയ്താണ് ഒരു ബ്രഹ്മാണ്ഡ രീതിയിലാണ് ഒരുക്കിയേക്കുന്നത്. അപ്പോൾ കൂടുതൽ പറയുകയാണെങ്കിൽ ആ കാളഹസ്ത്യ ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ പഞ്ചപാണ്ഡവരെന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നല്ലോ, പാഞ്ചാലി അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അവരെ അർജുനനാന്ന് തോന്നുന്നു. എനിക്ക് കഥകളൊക്കെ ഇച്ചിരി വീക്കാണെങ്കിലും പറയുന്നത് അറിയാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാം. അർജുനന് ഒരു പുനർജന്മമുണ്ട്. അതാണ് ഈ കണ്ണപ്പ എന്ന് പറയുന്നത്. ഈ പുള്ളി ഒരു ജാതി ആദിവാസിയായിട്ടുള്ളൊരു ഉള്ളൊരു പുള്ളിക്കാരനാണ്. പുള്ളി ഒരു ശിവഭക്തനാണ്. എന്നിട്ട് മഹാദേവൻ്റെ ഭയങ്കര ഒരു ഭക്തനാണ്. ഈ മഹാദേവന് ഒരു ഇതുണ്ട്, പുള്ളി ഒരു ഭക്തർ എത്ര ഇഷ്ടപ്പെടുന്ന ഭക്തരാണെങ്കിലും പുള്ളി അതായത് മഹാദേവൻ അവരുടെ കൂടെ നിൽക്കും. അതാണ് ഹിന്ദു മിത്തോളജിയുടെ ഒരു ശാസ്ത്രം. അപ്പോൾ ഈ കണ്ണപ്പ ആദിവാസി ആയതുകൊണ്ട് പുള്ളി ചെന്നെത്തുന്ന ഒരു അമ്പലത്തിൽ, അത് ഈ കാളഹസ്ത്യ ക്ഷേത്രം ഇപ്പം നിൽക്കുന്ന സ്ഥലത്താണ് പുള്ളി ചെന്നെത്തുന്നത്. അവിടുന്ന് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതൊന്നും അറിയത്തില്ല, കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പുള്ളി ആ ഒരു വിഗ്രഹം എന്ന് വെച്ചാൽ ശിവൻ്റെ ഒരു മഹാദേവൻ്റെ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ശിവലിംഗത്തിൻ്റെ അടുത്ത് ചെന്നെത്തുകയും പുള്ളി അങ്ങനെ അത്ര ഒരു ആരാധകന ആയതുകൊണ്ട് അതേപോലെ പരിചരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ പരിചരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ വേറൊരു വിഭാഗങ്ങളുണ്ട്. എനിക്ക് ട്രെയിലറിൽ കണ്ടതായി 2 വിഭാഗങ്ങളെയാണ് എനിക്ക് തോന്നിയത്. ഒന്ന് ശിവഭക്തരായിട്ടുള്ള ഒരു വിഭാഗം, കാരണം അവർക്ക് ജടയൊക്കെ കൂടുതലുണ്ട്. ആ ജടയും പിന്നെ ഇതിനകത്ത് ഈ കണ്ണപ്പ എന്ന് പറഞ്ഞ ഒരു വ്യക്തി വേറൊരു നാട്ടിൽ നിന്ന് വേറൊരു പുനർജന്മത്തിൽ വരുന്നതല്ലേ, ഇവരും തമ്മിലുള്ള ഒരു യുദ്ധമാണെന്ന് തോന്നുന്നു ഇതിനകത്ത് കാണിക്കാനുള്ളത്. ഇപ്പം ശിവൻ്റെ വിഗ്രഹം അതുപോലെ നോക്കും. പക്ഷേ പുള്ളിക്ക് എങ്ങനെ നോക്കണമെന്നും അറിയത്തില്ല. അപ്പം പുള്ളിയുടെ രീതിയിൽ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടതും, ഇപ്പോൾ നമ്മളിപ്പം ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യങ്ങളാണെങ്കിൽ ഷെയർ ചെയ്യത്തില്ല. ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്കൊക്കെ സ്കൂളിൽ ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം ലഞ്ച് ഇല്ലാത്തവർക്ക് നമ്മൾ ലഞ്ച് ഷെയർ ചെയ്യത്തില്ല ഫ്രണ്ട്സുകൾ തമ്മിൽ. അതേപോലെ പുള്ളി ഒരു വേട്ടയാടുന്ന കുറച്ച് മൃഗങ്ങളുടെ മാംസം കഴിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു മാംസം ഇവർക്ക് രണ്ടുപേരും കൂടെ അങ്ങനെ ഷെയർ ചെയ്യും. അങ്ങനെ അത് കഴിക്കുമെന്നാണ് പുള്ളിയുടെ ഒരു വിചാരം. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇവർ ഈ മെയിൻ ആൾക്കാർ എന്ന് വെച്ചാൽ ആ ഒരു വിഭാഗപ്പെടുത്തിപ്പെട്ട എന്ന് മഹാദേവൻ്റെ കടും ആരാധകരുണ്ടല്ലോ, അവരുമായിട്ട് ഒരു യുദ്ധം ഉണ്ടാകും. കാരണം വിഗ്രഹത്തിന്, അപ്പോൾ ആ വിഗ്രഹം അശുദ്ധിയാക്കുന്നു പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ഉള്ള ഒരു കഥയാണ് ബേസ് ചെയ്ത് പോയേക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് അങ്ങനെ ഈ ഒരു ടീസർ കണ്ടിട്ട് ഞാൻ ഹിന്ദു മിത്തോളജി എനിക്കറിയാവുന്ന കാര്യമൊന്നും ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ടീസറിനകത്ത് തുടക്കത്തിൽ പറയുവാണെങ്കിൽ ഇതേപോലെ മഹാദേവൻ്റെ ഒരു ഓം നമഃ ശിവായ എന്ന് പറയുന്ന ആ ഒരു നാമത്തിലാണ്, ആ ഒരു നാമത്തിലൂടെയാണ് ഇത് ടീസർ തുടങ്ങുന്നത്. കുറച്ച് കാമിയോ ഒക്കെ കാണിക്കുന്നുണ്ട്. ലാലേട്ടനൊക്കെ പോയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ ലാലേട്ടനെ ഇതിനകത്ത് ഒരു സീന് കാണിക്കുന്നുണ്ട്, ഒരു കണ്ണ് മാത്രം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഈ മഹാദേവൻ്റെ കടും ഭക്തരിപ്പെടുന്നുണ്ടല്ലോ, എന്ന് വെച്ചാൽ കണ്ണപ്പയുടെ ആ വിഭാഗത്തിൽപ്പെടുന്നതല്ല, മറുഭാഗത്ത് നിൽക്കുന്ന എൻ്റെ നേതാവ് വല്ലതും ആയിരിക്കാം. അപ്പോൾ അതേപോലെയാണ് ഇതിനകത്ത് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിനകത്ത് അക്ഷയ് കുമാറിനെ കാണിക്കുന്നുണ്ട്. അക്ഷയ് കുമാറിനെയൊക്കെ നേരത്തെ നോർത്തിൽ അതായത് ബോളിവുഡിലൊക്കെ തള്ളിക്കളഞ്ഞ കേസാണ്. ഇപ്പോൾ ഇവരൊക്കെ സൗത്ത് ഇന്ത്യക്കാരൊക്കെ എടുത്തുകൊണ്ട് വന്ന് ശിവനായിട്ടിരിക്കുന്നത് ഈ മഹാദേവനാണ് കാണിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വേറൊരു ഭാഗത്ത് പ്രഭാസിനെ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മഹാദേവൻ പ്രത്യക്ഷപ്പെടുന്ന ഒരു സീന് ഹിന്ദു മിത്തോളജിയിലുണ്ട്. അതായത് ഈ ശിവലിംഗത്തിന് പുള്ളിയുടെ കണ്ണ് രണ്ടും എന്ന് വെച്ചാൽ കണ്ണപ്പ പുള്ളിയുടെ 2 കണ്ണും ദാനം ചെയ്യുമ്പം ഇപ്പോൾ ഈ ശിവൻ മഹാദേവൻ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് എന്ന് വെച്ചാൽ പ്രീതിപ്പെടുവാണെങ്കിൽ നേരിട്ട് വന്ന് ഒരു അനുഗ്രഹമൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു പുള്ളിക്കാരനാണ് മഹാദേവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മഹാദേവൻ നേരിട്ട് വന്ന് ആ ഒരു
ശിവലിംഗത്തിന് കൊടുത്ത കണ്ണ് തിരിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഈ പുള്ളിയുടെ പേര് മാറുന്നത്, കണ്ണപ്പ എന്ന് മാറുന്നതെന്നുള്ള രീതിയിൽ ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു രീതിയാണെന്ന് തോന്നുന്നു. അതായത് അങ്ങനെ വേഷം വരുന്ന ഒരു രീതിയാണെന്ന് തോന്നുന്നു പ്രഭാസിന് കൊടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇപ്പോൾ സാധാരണ അറിയാം ഇതേപോലത്തെ ഒരു സിനിമ. എനിക്ക് ടീസർ കുഴപ്പമില്ല, ടീസർ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നോർത്ത് ഇന്ത്യയിൽ നല്ല രീതിയിൽ ക്ലിക്ക് ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. കാരണം അവരുടെ ഒരു സ്വഭാവത്തിലാണ് ഈ ഒരു പടം പോയേക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഇപ്പോൾ സൗത്ത് ഇന്ത്യക്കാർക്ക് ഇപ്പോഴാണ് ഒരു സിനിമ പാൻ ഇന്ത്യ ലെവലിലോട്ടൊക്കെ വളർത്തിക്കൊണ്ട് വരാൻ നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവർ തിരഞ്ഞെടുക്കുന്ന ഒരു വഴിയാണ് എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും നല്ലോണം നിൽക്കുന്ന ആൾക്കാരെ കൊണ്ടുവരിക. ഇപ്പം തന്നെ കൽക്കി എന്ന് പറഞ്ഞൊരു സിനിമ ഈ മാസം ഇറങ്ങുന്നുണ്ട്. അതും ഇതേപോലെ ഹിന്ദു മിത്തോളജി എന്ന് വെച്ചാൽ കൽക്കി എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ, ആ ഒരു അവതാരത്തിനെ ബേസ് ചെയ്ത് ഇപ്പം ഈ ഒരു 2800 ആകുമ്പോൾ കൽക്കി അവതാരം എടുക്കുമെന്നാണ് ഈ ഹിന്ദു മിത്തോളജി പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഒരു രീതി ബേസ് ചെയ്താണ് കൽക്കി എന്നുള്ളൊരു സിനിമയും ഫോക്കസ് ചെയ്ത് പോയേക്കുന്നത്. പിന്നെ കുറച്ചൊക്കെ ഈ സിനിമക്കാർ അതിനകത്ത് കൂടെ കയറ്റുന്നതന്നെ കുറച്ചൊക്കെ. അപ്പോൾ ഇതിനകത്തും ഏകദേശം അതേപോലെ ഒരു ബ്രഹ്മാണ്ഡ സിനിമയ്ക്ക് വരുമ്പോൾ ലാലേട്ടനെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഇനി ലാലേട്ടനൊക്കെ ഒരു സ്വഭാവമുണ്ട്. ഇപ്പോൾ ഏത് ചെറിയ റോളായാലും ഇപ്പം വിഷ്ണു മഞ്ജു എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരൻ അത്ര പോപ്പുലർ അല്ല സൗത്ത് ഇന്ത്യയിൽ. തെലുങ്ക് മാത്രമായിരിക്കാം പോപ്പുലർ, കന്നഡ സിനിമയിലാണെന്ന് തോന്നുന്നു പോപ്പുലർ. പക്ഷേ ഈ ഒരു സിനിമയിൽ ലാലേട്ടനൊക്കെ നേരത്തെ എല്ലാ ഇൻഡസ്ട്രിയിലും പോപ്പുലറായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ ചെന്ന് ഇതേപോലെ ചെറിയ റോളൊക്കെ ചെയ്ത് അതിനൊക്കെ മമ്മൂക്കയാണ് നല്ലതെന്ന് തോന്നുന്നത്. അപ്പം പുള്ളിക്കും കൂടെ ഇഷ്ടപ്പെട്ട ഒരു റോളായാലേ പുള്ളിയും പോയി ചെയ്യത്തുള്ളൂ. മെയിൻ ക്യാരക്ടറാണ്. അതിന് മെയിൻ എക്സാമ്പിളാണ് ഏജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏജൻറ്റ് അങ്ങനെ മമ്മൂക്ക സെലക്ട് ചെയ്ത് പോയി അഭിനയിച്ച സിനിമയാണ്. അപ്പോൾ അതിൻ്റെ വാടകയ്ക്ക് എടുത്ത ക്യാമറയുടെ പൈസ പോലും അതിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. പക്ഷേ അത് അങ്ങനെ പുള്ളി സെലക്ട് ചെയ്തെടുത്ത ഒരു സിനിമയാണ് ഏജൻറ്റ്. അവിടെ ഞാൻ പറഞ്ഞ അതല്ല, സിനിമയെ ബേസ് ചെയ്തല്ല, പുള്ളിക്ക് പെർഫോം ചെയ്യാനൊരു റോൾ ഉണ്ടെങ്കിലും മമ്മൂക്കയും പോയി ചെയ്യത്തുള്ളൂ. ഇപ്പം ലാലേട്ടൻ്റെ റോളൊക്കെ കണ്ടിട്ട് ഒരു വട്ടം കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നു. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ വന്ന ഒരു കഥയാണെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് കണ്ടറിയാം. ഇതൊരു ഹിറ്റാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇത് കണ്ടിട്ട് ഹിറ്റാവാനുള്ള ചാൻസ് ഉണ്ട്. കൂടുതലും നോർത്തിലും ആ ഒരു സൗത്ത് ഇന്ത്യയിൽ എത്ര ഹിറ്റാവുമെന്ന് അറിയത്തില്ല. ആ ഒരു മധ്യ ഇന്ത്യയിൽ കിടന്ന് കളിക്കുന്ന ആ ഒരു ലെവലായിരിക്കും പടത്തിൻ്റെ വിജയത്തിന് കാരണം. അപ്പം എനിക്ക് തോന്നുന്നു ടീസർ കൊള്ളാം, അടിപൊളി ടീസറായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.